ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതും നമുക്ക് ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണിത്. കാരണം ഇത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പത്തിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയാണെങ്കിലും തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി ആകുമ്പോഴത്തേക്കും അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 800 ഗ്രാം ചിക്കനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കറിക്കുള്ള രീതിയിൽ വേണം ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇവിടെ 3 ടൊമാറ്റോ, 2 സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 6ഓളം വെളുത്തുള്ളി, ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, വറ്റൽമുളക് കൂടെ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 15ഓളം കാഷ്യൂനട്ടും ഒരു 10ഓളം വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ബ്രൗൺ കളർ ആവാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇനി ചൂടായി ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് പൊടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ചെറിയ ജാറിലേക്കാണ് ഇട്ടിരിക്കുന്നത് പൊടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു വലിയ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ആ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ടൊമാറ്റോയിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇനി അരച്ച് വെച്ചത് ഇവിടെ ഇരിക്കട്ടെ. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി കറി ഉണ്ടാക്കാനായിട്ടുള്ള വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണിത്. ഇതിട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറയാൻ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ വറ്റൽമുളകിന് തന്നെ നല്ലൊരു എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രേവി ഒന്നും ആക്കാൻ നിൽക്കേണ്ട, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചിക്കൻ ഇതിലത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ടൊമാറ്റോ നമ്മൾ പച്ചക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ആ ടൊമാറ്റോയുടെയൊക്കെ ആണെങ്കിലും ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നെകക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മൂടി വെച്ച് കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയാണ്. ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഒരു നുള്ളു മതി. ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒക്കെ കഴിക്കാറുള്ള അതേ രുചിയോടുകൂടിയുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.